ഹായ് ഗായ്സ്, ഞാൻ നൂറ ഷാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ സ്ത്രീകൾക്കും അതുപോലെ തന്നെ പുരുഷന്മാർക്കും ഒക്കെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക്, പ്രത്യേകിച്ചും ഒരു വരുമാനമില്ലാത്ത സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അതുപോലെ തന്നെ വരുമാനമില്ലാത്ത പുരുഷന്മാർക്കും ഒക്കെ ഇത് യൂസ്ഫുൾ ആവും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഞാൻ വർഷങ്ങളോളം ചെയ്ത് എനിക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങളിലേക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിലിരിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. കുട്ടികളെ നോക്കാനായിട്ടും അതുപോലെ തന്നെ ജോലിക്ക് പോകാൻ പറ്റാത്തവരും, നമുക്ക് ജോലിക്ക് ഇപ്പോൾ നല്ല വിദ്യാഭ്യാസമൊക്കെ വേണ്ട ജോലിയാണ്. അപ്പോൾ അതിനൊന്നും പോകാൻ പറ്റാത്തവരൊക്കെ ആയിട്ട് ഒരുപാട് പേരുണ്ടാവുമല്ലേ. നമ്മൾ സ്ത്രീകളായാലും പുരുഷന്മാരായാലും നമുക്ക് സ്വന്തമായിട്ടൊരു വരുമാനമില്ലാത്ത ഒരുപാട് പേരുണ്ടാവും. അവർക്കൊക്കെ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇത് 5 കിലോ ബട്ടറാണ് കേട്ടോ. ഈ 5 കിലോ ബട്ടർ വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും നല്ല യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഞാൻ സ്ഥിരമായിട്ടൊരു വരുമാനം ഉണ്ടാക്കുന്ന ഒരു മാർഗ്ഗമാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവർക്കും നല്ല യൂസ്ഫുൾ ആയിരിക്കും. ഈ ഒരു 5 കിലോ ബട്ടറിൽ നിന്ന് നമ്മൾ 650 ml 6 കുപ്പി നെയ്യാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. എനിക്ക് ഇന്ന് ഓർഡർ ഉള്ളതാണ്. 650 ml 6 കുപ്പി നെയ്യിൻ്റെ ഓർഡർ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഡെയിലി മിക്കവാറും ദിവസങ്ങളിൽ ഞാൻ ഉണ്ടാക്കാറുണ്ട്. എനിക്ക് ഓർഡർ വരുന്ന അനുസരിച്ചാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് കേട്ടോ ഇത് നമുക്ക് മിൽമയുടെയോ ജീവയുടെയോ ഒക്കെ ഈ പാല് സംഭരണ കേന്ദ്രമില്ലേ, അവിടെ നിന്ന് നമുക്ക് ഈ ബട്ടർ നമുക്ക് കിട്ടും കേട്ടോ. എല്ലാ നാടുകളിലും ഉണ്ടാവുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം നമ്മുടെ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ജീവയിൽ നിന്നാണ് കേട്ടോ മേടിക്കുന്നത്. നല്ല ഫ്രഷ് ആയിട്ടുള്ള ക്രീമാണ് കിട്ടുന്നത്. നമുക്ക് ഫ്രീസ് ചെയ്തത് വേണമെങ്കിൽ അങ്ങനെ കിട്ടും, അല്ലാതെ ഫ്രഷ് ആയിട്ട് അപ്പം എടുക്കുന്നത് വേണമെങ്കിൽ അങ്ങനെ കിട്ടും കേട്ടോ. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് മേടിക്കാൻ പറ്റും. ഞാൻ മേടിച്ചിട്ട് ഞാൻ അധികം മേടിച്ച് സ്റ്റോക്ക് ചെയ്ത് വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ ആവശ്യത്തിനനുസരിച്ച് ഞാനിത് മെൽറ്റ് ചെയ്ത് ഗീ ആക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് എനിക്ക് ഒരു 6 കുപ്പിയുടെ ഓർഡർ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ 5 കിലോ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് കാണാം. അതുപോലെ തന്നെ നമ്മളുടെ കസ്റ്റമറിൻ്റെ ആവശ്യത്തിനനുസരിച്ചാണ് കേട്ടോ ഞാൻ പാക്ക് ചെയ്യുന്നത്. 650 ml കുപ്പിയിൽ വേണ്ടവർക്ക് ഞാൻ അങ്ങനെ പാക്ക് ചെയ്യും. കുറച്ച് വേണ്ടവർക്ക് അങ്ങനെയും പാക്ക് ചെയ്യും കേട്ടോ. നമുക്ക് ഈ മാർക്കറ്റിലൊക്കെ അതിനനുസരിച്ചുള്ള ബോട്ടിലുകളൊക്കെ ലഭ്യമാണ്. ഒരുപാട് പൈസയൊന്നും നമുക്ക് ഇതിന് ആവില്ല കേട്ടോ. ഈ ഒരു 1600 രൂപയുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു 5 കിലോ ബട്ടറൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. അതിൽ നിന്ന് നമുക്ക് നെയ്ക്കൊക്കെ എന്താ വിലയെന്ന് എല്ലാവർക്കും അറിയാം. അതിൽ നിന്ന് നമുക്ക് സ്ഥിരമായിട്ടൊരു വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. നമ്മൾ ആദ്യത്തിൽ കുറച്ചൊന്ന് കഷ്ടപ്പെട്ടാൽ മാത്രം മതി കേട്ടോ. നമുക്ക് കസ്റ്റമറെ പിടിക്കാനും അതുപോലെ തന്നെ നമുക്ക് സ്ഥിരമായിട്ട് ആ കസ്റ്റമർ നിലനിൽക്കാനും നമ്മൾ നല്ല ഫ്രഷ് ആയിട്ടും അതുപോലെ തന്നെ നല്ല വൃത്തിയിലും നല്ല നീറ്റായിട്ടൊക്കെ നമ്മൾ റെഡിയാക്കി കൊടുക്കണം. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ് നമ്മളിന്ന് ഈ 5 കിലോ വച്ചിട്ട് നെയ്യ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ വിറകടുപ്പിലാണ് കേട്ടോ ഈ നെയ്യ് റെഡിയാക്കണത്. ഞാൻ ഈ നെയ്യ് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് ഒരു 5-6 വർഷത്തോളം ആയിട്ടുണ്ട്. അപ്പോൾ മുതൽ ഞാൻ വിറകടുപ്പിലാണ് ഈ നെയ്യ് ഉണ്ടാക്കുന്നത്. ഞാൻ ഗ്യാസിലോ ഒന്നും ഉണ്ടാക്കാറില്ല. വിറകടുപ്പിൽ കുറച്ച് സമയം നമ്മുടെ സമയം കളഞ്ഞ് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നല്ല നീറ്റായിട്ട് അതുപോലെ തന്നെ ഒരു കേടും വരാത്ത രീതിയിലാണ് കേട്ടോ നമ്മളിത് റെഡിയാക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം കേട്ടോ. വേറൊരു കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ട്. ഇത് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ അവർ നമുക്ക് തരുന്ന ബട്ടറാണ് കേട്ടോ. പക്ഷേ ഇത് നമ്മൾ ഒന്നുകൂടി വാഷ് ചെയ്ത് 2-3 തവണ നല്ല വെള്ളത്തിൽ വാഷ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മളിത് ഉരുക്കാനായിട്ട് വെക്കണത്. അപ്പോൾ ഞാൻ വാഷ് ചെയ്തതിന് ശേഷം ഉരുക്കുന്ന പ്രോസസ്സ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ വാഷ് ചെയ്യുന്നതൊന്നും കാണിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വീഡിയോ ലെങ്തി ആയി പോകും. അതുകൊണ്ട് നമ്മൾ വാഷ് ചെയ്തതിന് ശേഷം ഉരുക്കി റെഡിയാക്കുന്ന വീഡിയോ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മളുണ്ടല്ലോ നെയ്യൊക്കെ റെഡിയാക്കാനായിട്ട് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ 5 കിലോ റെഡിയാക്കുന്ന പാത്രമാണ്. ഇത് നമുക്ക് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ വലിയ പാത്രത്തിൽ റെഡിയാക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നലെ എനിക്ക് ഇതുപോലെ തന്നെ 5 കിലോ റെഡിയാക്കി ഞാൻ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇന്നത്തെ ഓർഡറാണ് കേട്ടോ ഇത്. നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഓർഡർ പിടിച്ചെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഞാനൊരു 5-6 വർഷത്തോളമായിട്ടോ നമ്മൾ ഈ ഒരു പരിപാടി ചെയ്യണത്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ ഇത്. കാരണം സ്ഥിരമായിട്ടൊരു വരുമാനം നമുക്ക് കുറച്ച് കഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ഥിരമായിട്ടുള്ളൊരു വരുമാനം നമുക്കിതിൽ നിന്നും ലഭിക്കും കേട്ടോ.
നമ്മളുണ്ടല്ലോ 5 കിലോ ബട്ടർ ക്രീമിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ഈ ഒരു ബിയർ കുപ്പിക്ക് ഇങ്ങനത്തെ ഒരു ബിയർ കുപ്പിയിൽ 6 കുപ്പി നെയ്യ് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ ഇങ്ങനെയുള്ളൊരു കുപ്പിക്കാണ് 6 കുപ്പിക്കാണ് ഇന്ന് എനിക്ക് ഓർഡർ ഉള്ളത്. അപ്പോൾ 1 കിലോ ബട്ടറിന് വരുന്നത് 360 രൂപയാണ്. ചില സമയങ്ങളിൽ കൂടുതലാവാം, ചില സമയങ്ങളിൽ കൂടി വരും കേട്ടോ. അപ്പോൾ പല സ്ഥലത്തും നെയ്യുടെ വില പല രീതിയിലാണല്ലോ. വീട്ടിലുണ്ടാക്കുന്ന നെയ്ക്ക് നല്ല റേറ്റാണ്. അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന നെയ്ക്കൊക്കെ നല്ല റേറ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ റേറ്റ് പറയുന്നില്ല. ബട്ടറിൻ്റെ റേറ്റ് വരുന്നത് 1 കിലോയ്ക്ക് ഇപ്പോൾ നിലവിൽ 360 രൂപയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ 5 കിലോ ബട്ടറിൽ നിന്ന് ഇതുപോലുള്ള ബിയർ കുപ്പിക്ക് 6 കുപ്പിയാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ നമ്മൾ ഈ നെയ്യ് ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ തീയൊക്കെ കെട്ടുപോയി കിടന്ന് ഇങ്ങനെ ആവാതെ ഒറ്റ ഇതിൽ നമ്മളിങ്ങനെ തീ കത്തിച്ചുകൊണ്ടേ ഇരുന്ന് പെട്ടെന്ന് തന്നെ ആക്കണം കേട്ടോ. ഒരുപാട് നേരം നമ്മളിങ്ങനെ അടുപ്പിൽ തീ കെട്ടും കത്തിച്ചും ഒക്കെ റെഡിയാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ നെയ്യ് ഇങ്ങനെ ഒരു സുഖമില്ലാണ്ട് കിട്ടും കേട്ടോ. നല്ല നമ്മൾ തീ എപ്പോഴും ഒരേപോലെ തന്നെ കത്തിച്ച് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ സാധിക്കും കേട്ടോ. ഇനി നമുക്ക് നെയ്യൊക്കെ ഒന്ന് ഉരുകി വരട്ടെ, അതിന് ശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ നമ്മുടെ ബട്ടറൊക്കെ ഇവിടെ മെൽറ്റായി വരുന്നുണ്ട് കേട്ടോ. ഈ മെൽറ്റായി വരുന്ന സമയത്ത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഫുള്ള് മെൽറ്റായി കഴിയുമ്പോൾ ഇത് തിളച്ച് പുറത്തേക്ക് ചാടും കേട്ടോ. തീ കത്തിച്ചിരിക്കുമ്പോൾ തിളച്ച് പുറത്തേക്ക് ചാടും. അതുകൊണ്ട് നമ്മൾ ഈ മെൽറ്റായി കഴിയുമ്പോൾ ഒന്ന് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ട് അടുത്ത് തന്നെ നിൽക്കണം കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് മുതൽ മുടക്കൊന്നും നമുക്ക് ആവശ്യമില്ല കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ചെറിയ ക്വാണ്ടിറ്റിയിലും ഇത് ഈ ബട്ടർ നമുക്ക് ലഭിക്കും. 1 കിലോയോ 2 കിലോയോ എത്ര കിലോ ആണെങ്കിലും നമുക്കിത് കിട്ടും കേട്ടോ. അതുകൊണ്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടവർക്ക് പോലും നമുക്ക് ചെയ്ത് നോക്കാം. നമുക്ക് അയൽവക്കംകാർക്കോ അതുപോലെ തന്നെ പരിചയക്കാർക്കൊക്കെ ആദ്യം തന്നെ ഒന്ന് സെയിൽ ചെയ്ത് നമ്മൾ അങ്ങനെ കസ്റ്റമേഴ്സിനെ പിടിച്ചെടുത്ത് പിന്നീട് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കിയെടുത്താൽ മാത്രം മതി കേട്ടോ. ഞാൻ ആദ്യം തന്നെ എൻ്റെ കുടുംബക്കാർക്കും അയൽവക്കക്കാർക്കൊക്കെ ആയിട്ടോ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്. അവരിൽ നിന്ന് അറിഞ്ഞറിഞ്ഞിട്ടാണ് കേട്ടോ എനിക്ക് പുറത്തേക്കുള്ള ഓർഡറുകൾ കിട്ടാൻ തുടങ്ങിയത്. അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ആർക്കെങ്കിലും നെയ്യ് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ താഴെ ഒരു നമ്പർ കൊടുത്തേക്കാം. അതിനകത്തേക്ക് കോൺടാക്റ്റ് ചെയ്യുവാണെങ്കിൽ നമ്മൾ എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും നമ്മൾ റെഡിയാക്കി തരുന്നതായിരിക്കും കേട്ടോ. കൊറിയർ അയച്ചു തരുന്നതായിരിക്കും. ഇതിങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ബട്ടറിൽ നമ്മൾ എത്ര കഴിയാലും ഇതിൻ്റെ പാലിൻ്റെ ഒരു അംശം ഉണ്ടാവും. അത് നമുക്ക് ഇങ്ങനെ തരി പോലെ ലാസ്റ്റ് നമ്മളൊരു കക്കൻ പോലെ കിട്ടും കേട്ടോ. അത് അടിയിൽ ഇങ്ങനെ പിടിക്കും. അതിനാണ് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി, അടി പിടിക്കാണ്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ പതഞ്ഞു വരുന്ന സമയത്തായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം അതിങ്ങനെ പതഞ്ഞ് പുറത്തേക്ക് ചാടിപ്പോവും. അതുകൊണ്ടാണ് ഞാൻ കയ്യിൽ ഇങ്ങനെ വെച്ചിരിക്കുന്നത്, പതഞ്ഞ് പുറത്തേക്ക് ചാടി പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളിത് ഇതുപോലുള്ള ബോട്ടിലുകളിലും അതുപോലെ തന്നെ ഇതിൻ്റെ ചെറിയ ബോട്ടിലുകളിലൊക്കെയാണ് കേട്ടോ സെയിൽ ചെയ്യുന്നത്. ആൾക്കാരുടെ ആവശ്യത്തിനനുസരിച്ചാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. ഓൺലൈനൊക്കെ ആയിട്ട് അയച്ചു തരാൻ നമ്മൾ ഇതുപോലുള്ള പ്ലാസ്റ്റിക് ബോട്ടിലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ചെറിയൊരു ബോട്ടിലാണിത്. ഇങ്ങനെ പല അളവുകളിലും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു കുറച്ച് ടൈം കൂടെ മതി. ഇപ്പോൾ ദേ നമ്മുടെ നെയ്യൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ നെയ്യ് ഇവിടെ തെളിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ആ വെളുത്ത് എടുക്കുന്ന കക്കനുണ്ടല്ലോ, അതൊന്ന് നല്ല ബ്രൗൺ കളറാവണം. അതുവരെ നമുക്കിതൊന്ന് ആക്കിയെടുക്കാം കേട്ടോ. ഈ പൊട്ടലൊക്കെ നിൽക്കും. അപ്പോൾ ഈ പതയൊക്കെ നിന്ന് ആ കക്കനൊക്കെ ഒരു ബ്രൗൺ കളറാവുമ്പോൾ നമ്മുടെ നെയ്യ് ഇവിടെ റെഡിയാവും കേട്ടോ. നമ്മളിതൊരു ബിസിനസ്സായിട്ട് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ നമ്മൾ നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തതിന് ശേഷം വേണം കേട്ടോ ഇത് ചെയ്യാനായിട്ട്. നമ്മൾ ലൈസൻസൊക്കെ എടുക്കണം, ഫുഡ് ലൈസൻസൊക്കെ എടുക്കണം. എന്നതിന് ശേഷം മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. പിന്നെ അതിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. നമ്മുടെ നെയ്യ് ഇവിടെ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ആ വെളുത്ത കക്കനൊക്കെ ഒന്ന് ബ്രൗൺ കളറായി കഴിയുമ്പോൾ നമുക്ക് തീയൊക്കെ ഓഫ് ചെയ്തിട്ട് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. പിന്നെ പുറത്തിരുന്ന ആ ചൂടിൽ ബാക്കി കൂടി ആയിക്കോളും. അപ്പോൾ നെയ്യ് നമുക്ക് ഇറക്കാനുള്ള സമയം ഏകദേശം ആയിട്ടുണ്ട്. ഞാൻ ഇറക്കുന്ന ടൈം ആകുമ്പോൾ ഒന്നുകൂടി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ നെയ്യ് ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തീ മാറ്റിയിട്ട് ഇറക്കി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ നമുക്ക് നെയ്യ് ഉണ്ടാക്കാനായിട്ടുള്ള പാട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ഒന്ന് വരുമാനമില്ലാത്തവരും ഒരു തൊഴിൽ അന്വേഷിക്കുന്നവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ലൈക്കും കമൻറ്റും ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ ഇനിയും ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.